Hi students, welcome to Learning. Today we are doing the exercise questions of page 213 of chapter 9 Geometry and Algebra. Question number 5 is written on the board. Okay. അഞ്ചാമത്തെ ചോദ്യം. In this picture, the midpoints of the sides of the larger triangle are joined to make a small triangle inside. Calculate the coordinates of the vertices of larger triangle. ചോദ്യം മനസ്സിലായോ? വലിയ ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. അതിൻ്റെ കോർഡിനേറ്റ്സ് x1 y1 x2 y2 x3 y3 എന്ന് എഴുതുന്നത്. അതിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിന്റ് കണ്ടേ, എ ബിയുടെ മിഡ് പോയിന്റ് ഹിയർ 3 തന്നിട്ടുണ്ട്. എ സിയുടേത് ഇവിടെയാണ് 5 തന്നിട്ടുണ്ട്. ബി സിയുടെ 4 തന്നിട്ടുണ്ട്. ഈ മിഡ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വലിയ ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എങ്കിൽ ഈസിയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോഡലുള്ള ഭാഗമൊക്കെ ക്വസ്റ്റ്യൻ അങ്ങ് മായ്ക്കുവാണ്. നോക്കിക്കേ, ക്വസ്റ്റ്യൻ മായ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടിത് ചെയ്യാൻ പറ്റൂ. ഫിഗർ മതിയല്ലോ, അപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലോ. നോക്കിക്കേ, ഇപ്പം മിഡ് പോയിന്റ് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. x1 + x2/2 y1 + y2/2 അല്ലേ? അതാണ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, എ ബിയുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് midpoint of AB 5 ഈ 5 എന്ന് പറയുന്നത് എന്താണ്? x1 + x3/2 and y1 + y3/2 y1 + y3/2 ഈ രണ്ട് കോർഡിനേറ്റുമാണ് 5 എന്ന് പറയുന്നത്. നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടും? x1 + x3 is 5 × 2 10. x1 + x3 = 10. Equation number 1. അതൊക്കെ y1 + y3 2 × 4 8. y1 + y3 = 8. Equation number 2. അതൊക്കെ അടുത്ത സൈഡ് മിഡ് പോയിന്റ് ഓഫ് നമ്മളിപ്പോൾ കണ്ട ഏതാണ്? എ സിയാണ്. ഇവിടെ എ ബി എന്ന് എഴുതി എ സി. ഇനി എ ബി 3 ഈ 3 എന്ന് പറയുന്നത് എന്താണ്? x1 + x2 x1 + x2/2 y1 + y2/2 ഇതാണ് 3 എന്ന് തന്നിരിക്കുന്നത്. സോ x1 + x2 equals 3 2 6. Equation number 3. അതൊക്കെ y1 + y2 നമുക്ക് എന്താ കിട്ടും? 3 2 6. Equation number 4. അപ്പം ഇതുപോലെ നമുക്ക് ബി സിയും കൂടെ കണ്ടുപിടിക്കണം. നോട്ട് എഴുതാം. BC, midpoint of BC. What is given? It is given as 4 2. 4 2 എന്ന് പറയുന്നത് എന്താ? x2 + x3 x2 + x3/2 y2 + y3 ഇതാണ് 4 2 എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. x2 + x3 is 4 × 2 8. x2 + x3 = 8. Equation number 5. y2 + y3 = 2 × 2 4. Equation number 6. ഇനി നമുക്ക് ഈ 6 ഇക്വേഷനും മതി ഓരോന്നും കണ്ടുപിടിക്കാൻ. അപ്പം മനസ്സിലായല്ലോ. കെയുടെ കോർഡിനേറ്റ് ബിയുടെ, ഞാൻ ഈ ഫിഗർ മായ്ക്കേണ്ടി വരും. ഫിഗർ മായ്ക്കുകയാണ് കേട്ടോ. ഇവിടെ നോക്കിക്കേ, എക്സിൻ്റെ എല്ലാ ഇക്വേഷനും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. നോക്കിക്കേ, അതായത് ആഡിങ് 1 എത്ര 3 5 1 + 3 + 5. അപ്പം എന്താ കിട്ടും? x1 plus x3 plus
x1 പ്ലസ് x2 പ്ലസ് അടുത്ത ഏതാണ് x2 പ്ലസ് x3 ഈക്വൽസ് എത്ര 10 പ്ലസ് 6 പ്ലസ് 8 10 പ്ലസ് 6 പ്ലസ് 8 ഇതെല്ലാം രണ്ടെണ്ണം വീതമില്ലേ 2 ഇൻറ്റു x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽസ് 24. x1 plus x2 plus x3 equal 24 by 2 is 12. A എന്ന് പേര് കൊടുക്കുക ഇക്വേഷൻ നമ്പർ എ. ഇപ്പം മൂന്നും കൂടെ കൂട്ടുമ്പോൾ 12. അതാണ്ട് x1ഉം x3യും 10 ആണെങ്കിൽ x2 കിട്ടത്തില്ലേ x2 എത്ര കിട്ടും ഇതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം x2 is equal to from 1 and a from 1 and a എത്ര കിട്ടും 12 minus 10 x2 is equal to 12 minus 10 equals 2 പിന്നെ ഇവിടെ ഓക്കെ x1 plus x2 6 എന്ന് തന്നു അപ്പം from 3 and a എന്താ കിട്ടും x3 കിട്ടും x3 അല്ലേ ഇല്ലാത്ത x3 is equal to 12 minus 6 equals 6 എന്ന് കിട്ടും x3 നമുക്ക് 6 എന്ന് കിട്ടും ഇനി എന്താ കിട്ടാനുള്ളത് x1 കിട്ടണം അല്ലേ x1 കിട്ടണമെങ്കിൽ ഇതാ ഇത് ഫ്രം 5th and a x1 is equal to 12 minus ഇവിടെ എത്ര 8 അപ്പോൾ 4 അപ്പോൾ x1ഉം x2ഉം x3 എല്ലാം കിട്ടി എത്ര 2 എന്താണ് x1 4 x2 2 x3 6 ഇതുപോലെ നമുക്ക് y1ഉം y2ഉം y3യും കാണണം ഇതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് y കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് ഇല്ലേ 2 എനിക്കിനിയിപ്പോൾ ഇവിടെ മായ്ക്കേണ്ടി വരും ഇത് ചെയ്ത് കാണിക്കണമെങ്കിൽ മായ്ക്കേണ്ടി വരും മായ്ക്കട്ടെ ഇക്വേഷൻ ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് 2 പ്ലസ് ഇപ്പോൾ 1 പ്ലസ് 3 പ്ലസ് 5 അല്ലേ ഇനി 2 പ്ലസ് 2 plus 4 plus 6 ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കിട്ടും എന്താണ് 2y1 plus y2 plus y3 ഈക്വൽസ് എത്ര കിട്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് 18 എന്ന് കിട്ടും അല്ലേ ഓക്കെ 8 6 14 14 4 18 അപ്പോൾ y1 plus y2 plus y3 equals 9 ഇക്വേഷൻ ബി ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് y1ഉം y2ഉം y3 ഒക്കെ കിട്ടും കേട്ടോ ഇതിൻ്റെ എല്ലാ ആൻസർ കിട്ടും ഞാനിപ്പോൾ അത് ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങളങ്ങ് ചെയ്തങ്ങ് കണ്ടാൽ മതി വാല്യൂസ് കിട്ടിയാൽ മതി ഞാൻ ജസ്റ്റ് ഫൈനൽ ആൻസർ അങ്ങോട്ട് എഴുതാം എത്ര കിട്ടും y1 അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y1 9 എന്ന് കിട്ടും y2 9 അല്ല സോറി y1 5 എന്ന് കിട്ടും y2 1 എന്നും കിട്ടും y3 3 എന്നും കിട്ടും നമുക്ക് എയുടെ കോർഡിനേറ്റ്സ് എഴുതാം a 4 5 b 2 1 c 6 3 ഇതാണ് ഫൈനൽ ആൻസർ ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി പാടാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പം 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു എക്സസൈസ് കഴിഞ്ഞിരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ അടുത്ത എക്സസൈസുമായിട്ട് വരുന്നതാണ് ഓക്കെ ബൈ